ബാക്ക് ടു സൈലം ലേണിംഗ് മക്കളെ. ആർദ്ര മിസ് ആണ്. നിങ്ങൾ എല്ലാവരും ഒരുപാട് നാളായിട്ട് ചോദിക്കുന്നതാണ് ജോഗ്രഫിയിലെ കംപ്ലീറ്റ് മാപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു തരും. മിസ് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള മാപ്പ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരും അല്ലെ. ജോഗ്രഫി ആൻഡ് ഹിസ്റ്ററി ആണ് നമുക്ക് മെയിൻ ആയിട്ട് ബോർഡ് എക്സാമിന് മാപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. സോ ജോഗ്രഫിയിലെ കംപ്ലീറ്റ് മാപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓരോ ചാപ്റ്ററിനും ഏതൊക്കെ മാപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു നമ്മൾ അല്ലെ, 1 by 1 ആയിട്ട് ഓരോ ചാപ്റ്റർ വെച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യെസ്, റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെന്റ്. ഈ ചാപ്റ്റർ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മാപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് യെസ് നിങ്ങളുടെ അടുത്ത് ഇതിന്റെ പ്രോബബിലിറ്റി, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. ഓക്കെ, ഇത് നിങ്ങളുടെ അടുത്ത് ബ്ലാക്ക് സോയിൽ റീജിയൻ ഇൻ ഇന്ത്യ ലൊക്കേറ്റ് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, ആൻഡ് ആരിഡ് സോയിൽ നമുക്കറിയാം രാജസ്ഥാൻ ഏരിയയിലാണ്. ആരിഡ് സോയിൽ ഏരിയാസ് ലൊക്കേറ്റ് ചെയ്യാൻ നിങ്ങളോട് ചോദിക്കും. അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ റീജിയൻസ് ചോദിക്കും. ഓക്കെ, അപ്പൊ സോയിൽ ടൈപ്സ് ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് മുന്നേ ചോദിച്ചുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിന് മാപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ ഡാം സൈറ്റ്സ്. ഓക്കെ, ഡാംസിനെ പറ്റി ചോദിക്കുക. നമ്മൾ പഠിച്ചതാണ് ബക്രാനങ്കൽ റിവർ വാലി പ്രോജക്ട് അല്ലെ, സത്ലജ് റിവറിലാണ്. ദെൻ ഹിരാക്കുഡ്, സർദാർ സരോവർ, ഈ 3 ഡാംസ് നിങ്ങൾ നോട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് ഈവൻ നമ്മൾ വാട്ടർ റിസോഴ്സിലും സെയിം സാധനങ്ങൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 ഡാംസ് നിങ്ങൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ, യെസ്, ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് മാപ്പ് വർക്കിന് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സസ്. നോക്കിയോ, ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം. കോർബറ്റ് നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ഒരുപാട് തവണ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലാണ്. നമുക്കറിയാം അല്ലെ, എന്താണ് ഇന്ത്യസ് ഫസ്റ്റ് നാഷണൽ പാർക്ക് ആണ് കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. സോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തത് കാസിരംഗ നാഷണൽ പാർക്ക്, അത് അസമിലാണ്. അത് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. മാപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻഡ് അതിന്റെ ആൻസർ ബൈ ഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല മക്കളെ. നമ്മളത് കൃത്യമായിട്ട് മാപ്പിൽ ലൊക്കേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, ഈസി ആയിട്ട് ഒരു 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. നമുക്ക് അത്രയും സമയമൊന്നും വേണ്ട ലൊക്കേറ്റ് ചെയ്യാൻ. ഈസി ആയിട്ട് നമുക്കൊരു 1 മാർക്ക് അല്ലെങ്കിൽ അത്രയും മാർക്ക് അല്ലെ, മാപ്പിന്റെ അത്രയും മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം അല്ലെ. കുറഞ്ഞ സമയത്തിനുള്ളിൽ അത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ രാധംപൂർ നാഷണൽ പാർക്ക് രാജസ്ഥാനിലാണ്, നമുക്കറിയാം. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തത് സുന്ദർബൻ നാഷണൽ പാർക്ക് വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം അല്ലെ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ള സുന്ദർബൻ നാഷണൽ പാർക്ക് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയായിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ വരാം. സോ വെസ്റ്റ് ബംഗാളിലാണ്. യെസ്, ഓക്കെ, നമ്മൾ മറന്നു പോകരുത്. ചോദിച്ച വർഷങ്ങളൊക്കെ ചോദിച്ച ഇയേഴ്സും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, യെസ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അടുത്തത് ക്യോലാഡോ നാഷണൽ പാർക്ക് ഭരത്പൂർ രാജസ്ഥാനിലാണ്. ദെൻ ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്തിലാണ്. ദെൻ പെരിയാർ നാഷണൽ പാർക്ക് കേരള ആണ്, നമുക്ക് ഫെമിലിയർ ആണ്, കേരള ആണ്. ദെൻ കാന നാഷണൽ പാർക്ക് മധ്യപ്രദേശ് ആണ്. ദെൻ മാനസ് നാഷണൽ പാർക്ക് എഗെയിൻ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വന്നിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് മാനസ് നാഷണൽ പാർക്ക്. അത് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏതൊക്കെയാണെന്നത് പഠിച്ചിട്ട് ഓക്കെ അത് ലൊക്കേറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കും. ഓക്കെ, ഞാൻ എഗെയിൻ പറയാണ്, ലൊക്കേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക, ലേബിൾ ചെയ്ത് പഠിക്കാം. ദെൻ ബന്ദവക് നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ്. ഓക്കെ, അപ്പൊ യുനെസ്കോ ഒക്കെ ഈ കാര്യങ്ങളൊക്കെ വരുന്ന നാഷണൽ പാർക്ക് ആൻഡ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് നോട്ട് ചെയ്ത് അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സ്ട്രെസ് ചെയ്ത് ഓക്കെ ആ ഏരിയാസിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം. അപ്പൊ ഇത്രയാണ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് റിസോഴ്സ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, ജോഗ്രഫിയിലെ സെക്കൻഡ് ചാപ്റ്ററിലെ മാപ്പ് വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ചാപ്റ്റർ നമ്മൾ തേർഡ് ചാപ്റ്റർ, യെസ്, വാട്ടർ റിസോഴ്സ്. അപ്പൊ ഇതിന്ന് മെയിൻ ആയിട്ട് ചോദിക്കാറ് ഡാംസിനെ പറ്റിയാണ്. ഓക്കെ, സാധാരണ ഏതെങ്കിലും ഒരു കോൺക്രീറ്റ് ഡാം ലൊക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഡാം ലൊക്കേറ്റ് ചെയ്യുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ജസ്റ്റ് ഒരു ഏതെങ്കിലും ഇഷ്ടമുള്ള ഡാം ലൊക്കേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ ഡാംസിന്റെ പേരല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു ഡാം ലൊക്കേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഏതെങ്കിലും ഒരു ഡാം ലൊക്കേറ്റ് ചെയ്താൽ മതി, നമുക്ക് ഇഷ്ടമുള്ള ഡാം ലൊക്കേറ്റ് ചെയ്യാം അല്ലെ. പക്ഷേ വാട്ടർ റിസോഴ്സ് എന്ന് പറഞ്ഞ തേർഡ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് ഡാം ആണ്. യെസ്, ഫസ്റ്റ് വൺ ടെഹരി ഡാം. ഓക്കെ, യെസ്, ടെഹരി ഡാം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ് ആൻഡ് റിവർ ഭഗീരഥിയിലാണ് ഈ ഒരു ടെഹരി ഡാമിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഓക്കെ, ഒരു ഭഗീരഥി റിവറിന്റെ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചിട്ടില്ലെങ്കിലും ഉത്തരാഖണ്ഡിലാണുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം, അത് മറന്നു പോകരുത്. ടെഹരി ഡാം. ഓക്കെ, ടെഹരി ഡാം അല്ലെങ്കിൽ ടെഹറി ഡാം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ബക്രാനാങ്കൽ റിവർ വാലി പ്രോജക്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായി. മൾട്ടി പർപ്പസ് റിവർ വാലി പ്രോജക്ട് അല്ലെ. ബക്രാനാങ്കൽ റിവർ വാലി പ്രോജക്ട് അല്ലെങ്കിൽ ബക്രാനാങ്കൽ ഡാം എവിടെയാണ്, ഹിമാചൽ പ്രദേശിലെ സത്ലജ് റിവറിലാണ്. ആ പേര് നിങ്ങൾ ഓക്കെ ആ ഒരു റിവറിന്റെ പേര് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സത്ലജ് റിവറിലാണ്. എവിടെയാണ്, ഹിമാചൽ പ്രദേശിലാണ്, അത് മറന്നു പോരുത്. ഓക്കെ, ദെൻ അടുത്തത്
ഹിരാക്കുഡ് ഡാം ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈ വാട്ടർ റിസോഴ്സിലെ ഇത്രയും ഡാംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹിരാക്കുഡ് ഡാം എവിടെയാണ്? ഒഡീസയിലാണ്. ഏത് റിവറിലാണ് ഈ ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്? യെസ്, മഹാനദി റിവറിലാണ് ഹിരാക്കുഡ് ഡാമിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ഡാം നാഗാർജുന സാഗർ ഡാം. ഇത് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. മെയിൻ ആയിട്ട് ചോദിച്ചു കാണാറ് ഹിരാക്കുഡ് ഡാം, സർദാർ സരോവർ ഡാം, ദെൻ ബക്രാനഗൽ ഡാം ആൻഡ് ടെഹരി ഡാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, തുംഗഭദ്ര ഡാം കർണാടകയിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് വാട്ടർ റിസോഴ്സ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള മാപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇഗെയിൻ ഞാൻ പറയാണ്, ഡാംസിനെ പറ്റിയാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. യെസ്, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ അഗ്രികൾച്ചർ അല്ലേ? യെസ്, അഗ്രികൾച്ചറിൽ അങ്ങനെ മാപ്പ് ക്വസ്റ്റ്യൻസ് കാണാറില്ല. ബട്ട് സ്റ്റിൽ എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് റൈസ് അല്ലേ? റൈസിന്റെ കൾട്ടിവേഷൻ ഉള്ള സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ദെൻ വീറ്റിന്റെ കൾട്ടിവേഷൻ ചെയ്യുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് മേജർ ആയിട്ട്? ദെൻ മില്ലറ്റ്സ്, മെയ്സ്, ഷുഗർ കെയിൻ, കോട്ടൺ, ജൂട്ട്, ടീ, കോഫി, ഇത്തരത്തിലുള്ള നമ്മളെ മേജർ ക്രോപ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ യെസ് കൾട്ടിവേറ്റ് ചെയ്യുന്ന മേജർ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഏതൊക്കെയാണെന്നാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ നമ്മുടെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് മാപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യെസ് ഇതിന്റെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ, ഒരു മാപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കാം ഈ ചാപ്റ്ററിന്. നെക്സ്റ്റ് ചാപ്റ്റർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. യെസ്, ഒരുപാട് മാപ്പ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് നോക്കിയോ, ഇത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കുറെ പ്ലാന്റ്സ് ഒക്കെ എവിടെയാണെന്ന് ചോദിക്കാം. ഓക്കെ, അതിൽ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്കറിയാം ജംഷഡ്പൂർ അല്ലെ? ജംഷഡ്പൂർ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഓക്കെ, അയൺ പ്ലാന്റ് ആണ് അല്ലെ? യെസ്. ദെൻ ഭിലായ് ഛത്തീസ്ഗഡിലാണ്, ബൊക്കാരോ ജാർഖണ്ഡിലാണ്, ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ്, റോർക്കേല ഒഡീഷയിലാണ്, മറന്നു പോരുത് വിജയനഗർ കർണാടകയിലാണ്, സേലം തമിഴ്നാടുലാണ്. ഓക്കെ, ഇതില് ജംഷഡ്പൂർ ഇമ്പോർട്ടന്റ് ആണ്, ബൊക്കാരോ ഇമ്പോർട്ടന്റ് ആണ്, റോർക്കേല ഇമ്പോർട്ടന്റ് ആണ്, യെസ് ഭിലായ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദുർഗാപൂരും കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാത്തിനും എല്ലാം നമ്മളെല്ലാം പഠിക്കുമ്പോൾ എല്ലാം പഠിക്കാം. ബട്ട് ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ കുറച്ച് ടഫായിട്ട് തോന്നുന്ന ആൾക്കാർ ആദ്യത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഓക്കെ, അതിന്റെ അടുത്തത് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. യെസ്, നമുക്കറിയാം മുംബൈ, മഹാരാഷ്ട്ര, മുംബൈയിലുണ്ടല്ലേ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ദെൻ അഹമ്മദാബാദ് എവിടെയാണ്? ഗുജറാത്തിലാണ്. മറന്നു പോരുത്, ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, ബേസിക് ആയിട്ടുള്ള GK ആണല്ലേ നമ്മളെ മേജർ സിറ്റീസ് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ചെന്നൈ തമിഴ്നാടുലാണ്, കൊച്ചിൻ കേരളത്തിലാണ്, മുംബൈ മഹാരാഷ്ട്രയിലാണ്, അഹമ്മദാബാദ് എന്ന് പറയുന്നത് യെസ് ഗുജറാത്തിലാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സ്ഥലം എവിടെയാന്ന് പറഞ്ഞാൽ മാത്രമല്ലേ നമുക്ക്, ഇന്ത്യയിൽ എവിടെയാന്ന് പറഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് അറിഞ്ഞിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് കോയമ്പത്തൂർ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. യെസ്, എവിടെയാണ്? തമിഴ്നാടും. എഗെയിൻ തമിഴ്നാടും. ഓക്കെ, കാൺപൂർ ഉത്തർപ്രദേശിലാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നതാണ് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് എന്ന് പറയുന്നത്. യെസ്, എവിടെയൊക്കെ ഉണ്ട്? മെയിൻ ആയിട്ട് അതിന്റെ സെന്റർ എന്ന് പറയുന്നത് യെസ് ബാംഗ്ലൂരു അല്ലേ? കർണാടക. അറിയാത്ത ആരും ഉണ്ടാവില്ല. ഹൈദരാബാദ്. യെസ്, പ്രേമലൊക്കെ എല്ലാവരും കണ്ടതാണ്. യെസ്, ഇറ്റ്സ് ഇൻ തെലങ്കാന. ഓക്കെ, നോട്ട് ആന്ധ്രാപ്രദേശ്, തെലങ്കാന. ഓക്കെ, യെസ്. ദെൻ ചെന്നൈ തമിഴ്നാടുവിലാണ്. ദെൻ പൂനെ ഉണ്ട്, അഗെയിൻ മഹാരാഷ്ട്രയിൽ വരുന്നുണ്ട്. ഓക്കെ, നോയിഡ ഉത്തർപ്രദേശിൽ. കാൺപൂർ, നോയിഡ ഒക്കെ ഉത്തർപ്രദേശിലാണ്. ഓക്കെ, ദെൻ ഗാന്ധിനഗർ ഗുജറാത്ത്. ഓക്കെ, ഇതിൽ നിങ്ങൾ ബാംഗ്ലൂരു, ഹൈദരാബാദ്, ചെന്നൈ, പൂനെ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. ഈ കാര്യങ്ങളൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഓർത്ത് വെക്കുക. അതിന് അടുത്തത് പെട്രോളിയം റിഫൈനറീസ്. ഓക്കെ, യെസ്, ജംനാനഗർ ഗുജറാത്ത് ഇമ്പോർട്ടന്റ് ആണ്. മധുര ഉത്തർപ്രദേശ് ഇമ്പോർട്ടന്റ് ആണ്. മുംബൈ മഹാരാഷ്ട്ര ഇമ്പോർട്ടന്റ് ആണ്. വിശാഖപട്ടണം വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്, ബറൌണി ബീഹാർ ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഏകദേശം എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ബോർഡ് എക്സാമിന്റെ മാപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചാപ്റ്റർ മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ്. ഒരുപാട് അല്ലെങ്കിൽ നമ്മളെ തൊട്ടുമുലത്തെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് പോലെ തന്നെ ഒരുപാട് മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതൊന്നും ചോദിക്കും. ഓക്കെ, യെസ്. അപ്പൊ നോക്കിയോ, നമുക്ക് ഇതിലും ഓസ് ആണ് ഒരുപാട് അല്ലെ? മൈൻസ്, അയൺ ഓർ മൈൻസും അല്ലെ, ഒരുപാട് കോൾ മൈൻസ്, അങ്ങനെ ഒരുപാട് മൈൻസ് പഠിക്കാനുണ്ട്. അയൺ ഓർ മൈൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് മയൂർഭഞ്ച് ഒഡീസയിലാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. മയൂർഭഞ്ച്. ബൈലാദില ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതെവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ദുർഗ്, ബെല്ലാരി, കുന്ദ്രേമുഖ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ കുന്ദ്രേമുഖ്. ഓക്കെ, ദെൻ മാംഗനീസ് മൈൻസ് ആണ് അടുത്തത് വരുന്നത്. മാംഗനീസ് മൈൻസ് ആണ്. അയൺ ഓർ മൈൻസ് കഴിഞ്ഞിട്ട് മാംഗനീസ് മൈൻസ്. മാംഗനീസ് മൈൻസ് എന്ന് പറയുന്നത് ബലാഘട്ട് ഇമ്പോർട്ടന്റ് ആണ്. നാഗ്പൂർ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ കെൻഡുജാർ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ വരുന്നത് ബോക്സൈറ്റ് മൈൻസ് ആണ്. ഓക്കെ, യെസ്, അയൺ ഓർ മൈൻസ് കഴിഞ്ഞു.
ദെൻ മാംഗനീസ് മൈൻസ് കഴിഞ്ഞു. പിന്നെ വരുന്ന എന്താണ്? ബോക്സൈറ്റ് മൈൻസ് ആണ്. നോക്കിയോ എവിടെയൊക്കെയാണ് ബോക്സൈറ്റ് മൈൻസ് ഉള്ളത്? കോരാപുട്ട്, ഒഡീഷ. ഓക്കെ, ലോഹാർദഗ, ജാർഖണ്ഡ്. ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. ബോക്സൈറ്റ് മൈൻസ് ഒന്നും അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല. നിങ്ങളുടെ അടുത്ത് ഇതിൽ അയൺ ഓർ മൈൻസ് എന്തായാലും ചോദിക്കുന്നുണ്ടെങ്കിൽ. ആൻഡ് പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താണ്? കോൾ മൈൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കോൾ മൈൻസ്. ചാരിയ എവിടെയാണ്? ഝാർഖണ്ഡിലാണ്. ബൊക്കാറോ ഝാർഖണ്ഡിലാണ്. റാണിഗഞ്ച് വെസ്റ്റ് ബംഗാളിലാണ്. കോർബ ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, സിംഗ്രൗളി മധ്യപ്രദേശിലാണ്. ഇത് ഓക്കെ, ഈ ഒരു ഫസ്റ്റ് 4 1 ഉണ്ടല്ലോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചിരിക്കണം. കോൾ മൈൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അയേൺ ഓർ മൈൻസും എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? പവർ പ്ലാന്റ്സ് അല്ലേ? യെസ്, പവർ പ്ലാന്റ്സ് പഠിക്കാനുണ്ട്. അതിലാദ്യം തന്നെ തേർമൽ പവർ പ്ലാന്റ്സ്. സിംഗ്രൗളി മധ്യപ്രദേശ്, ദെൻ കോർബ ഛത്തീസ്ഗഡിലെ കോർബ. ഓക്കെ, രാമഗുണ്ടം തെലങ്കാന, താൽച്ചർ ഒഡീഷ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ തെർമൽ പവർ പ്ലാന്റ്സ്. ഓക്കെ, ഇത്രയാണ് തെർമൽ പവർ പ്ലാന്റ്സ് ഏരിയ. നിങ്ങൾക്ക് ഒരു മാപ്പ് വർക്ക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ദെൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, യെസ്, നറോറ ഉത്തർപ്രദേശിലെ നറോറ. ദെൻ കാക്രപ്പർ, അത് ഗുജറാത്തിലാണ്. അത് ഇത്ര ഇമ്പോർട്ടന്റ് അല്ല. നറോറയാണ് നിങ്ങൾ കുറച്ചുകൂടെ പഠിക്കേണ്ടത്. ഓക്കെ, ദെൻ താരാപൂർ ഇമ്പോർട്ടന്റ് ആണ്, മഹാരാഷ്ട്ര. ദെൻ കൽപ്പാക്കം വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്, എവിടെയാണ്? തമിഴ്നാടു ആണ്. ഓക്കെ, ദെൻ കൈഗ കർണാടക. ഇത്രയാണ് യെസ് എന്താ നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ തേർമൽ പവർ പ്ലാന്റ്സും പഠിച്ചു, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സും പഠിച്ചു. ആൻഡ് മൈൻസ് ആണെങ്കിൽ കോൾ മൈൻസ്, അയൺ ഓർ മൈൻസ്, ബോക്സൈറ്റ് മൈൻസ് അല്ലെങ്കിൽ കോപ്പർ മൈൻസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയാണ് യെസ് മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സ് എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള മാപ്പ് വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ യെസ് ലാസ്റ്റ് വൺ, ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ ഇക്കണോമി അല്ലെ. മാപ്പ് വർക്സിന് വേണ്ടി മാത്രം നമ്മൾ മാറ്റി വെച്ചൊരു ചാപ്റ്റർ ആണ് അല്ലെ നമ്മുടെ 7th ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് ചോദിക്കാൻ പോകും നമുക്ക് ഓരോ ഏരിയയിൽ നിന്നും ചോദിക്കുന്ന അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള മാപ്പ് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് മാപ്പ് വർക്സിന് വേണ്ടി മാത്രമുള്ളതായതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്, ഇതില് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മേജർ സീ പോർട്സ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലെ മേജർ സീ പോർട്സ് എന്ന്. യെസ്, നമുക്കറിയാം വെസ്റ്റ് സൈഡിലുണ്ട് ഈസ്റ്റ് സൈഡിലുണ്ട് സീ പോർട്സ് അല്ലേ. യെസ്, അപ്പോ യെസ് നോക്കിയോ, വെസ്റ്റിൽ വരുന്നത് എന്തൊക്കെയാണ്? കണ്ടില എവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, ദെൻ മഹാരാഷ്ട്രയിൽ മുംബൈ വരുന്നുണ്ട്. ഓക്കെ, യെസ്, ദെൻ മർമഗോവ എവിടെയാണ്? ഗോവയിലാണ് അല്ലെ. ദെൻ ന്യൂ മാംഗ്ലൂർ എവിടെയാണ്? കർണാടകയിലാണ്. ദെൻ കൊച്ചി കേരളത്തിൽ വരുന്നുണ്ട്. തൂത്തുക്കുടി തമിഴ്നാടു. ഓക്കെ, പിന്നെ അങ്ങോട്ടേക്ക് വരുന്നത് ഈസ്റ്റ് പാർട്ടിൽ വരുന്നതാണ് അല്ലെ. യെസ്, ദെൻ എന്താണ്? ചെന്നൈ തമിഴ്നാടു. ദെൻ വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്. ദെൻ പാരദീപ് ഒഡീഷ. ഓക്കെ, ദെൻ ഹാൽദിയ വെസ്റ്റ് ബംഗാൾ. ദെൻ കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ഇത്രയാണ് നമ്മളെ ഈസ്റ്റിലും വെസ്റ്റിലും വരുന്ന മേജർ സീ പോർട്സ് എന്ന് പറയുന്നത്. റെഡി? ആൻഡ് അടുത്തത് ഇന്റർനാഷണൽ എയർപോർട്ട്സ്. ഇന്റർനാഷണൽ എയർപോർട്ട്സ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് എയർപോർട്ട്സ് ആണ്. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? ഡൽഹിയിലാണ്, മറന്നു പോരുത്. ഛത്രപതി ശിവജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട് മുംബൈയിലാണ്, മറന്നു പോരുത്. ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട് obviously Chennai അല്ലെ. Then നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട് കൊൽക്കത്ത. Then കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂരിലാണ്. ഓക്കെ, ദെൻ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദിലാണ്. ഇത്രയാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ് ആ പേരല്ലേ. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയിലാണ് അല്ലെ. ശിവജി എന്ന് പറയുന്നത് മുംബൈയിലാണ്. ദെൻ നേതാജി വരുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. രാജീവ് ഗാന്ധി വരുന്നത് ഹൈദരാബാദിലാണ്. അത് കണക്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അതുപോലെ തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്റർനാഷണൽ എയർപോർട്ട്സ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയോ, മേജർ നാഷണൽ ഹൈവേസ്. അതിൽ ഞങ്ങൾ എന്ത് പഠിച്ചില്ലെങ്കിലും ഇക്കാര്യം പഠിച്ചിരിക്കണം. എന്താണ്? ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ. നമുക്കറിയാം 4 മേജർ മെട്രോപൊളിറ്റൻ സിറ്റീസ് ആയിട്ടുള്ള യെസ് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു ക്വാഡ്രിലേറ്റർ ഷേപ്പ് ഫോം ചെയ്യുന്ന ഒരു ചാനൽസ് ഓഫ് ഹൈവേസ് ആണ് അല്ലെ എന്ത് ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അത് പഠിച്ചിരിക്കണം. ആൻഡ് നോർത്ത് സൗത്ത് കോറിഡോർ, അതായത് ശ്രീനഗർ ടു കന്യാകുമാരി, ആ രണ്ട് സ്ഥലങ്ങളിലെ കണക്ട് ചെയ്യുന്ന ഹൈവേ ആണ്. ദെൻ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ, അതായത് സിൽച്ചർ ആസാമൻ തൊട്ട് പോർബന്ദർ ഗുജറാത്ത് വരെ അല്ലെ. അതായത് ഈസ്റ്റിനെയും വെസ്റ്റിനെയും കണക്ട് ചെയ്യുന്ന ഹൈവേ ആണ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ. അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അപ്പൊ ഇതാണ് ഈ ഒരു ഏരിയന്ന്, അതായത് നമ്മുടെ നാഷണൽ ഹൈവേസ് മേജർ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മാപ്പ് വർക്ക്സ് എന്ന് പറയുന്നത്. റെഡി? അടുത്തത് യെസ്
യെസ്, ഇത്രയാണ് ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കണോമി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയാണ് നിങ്ങൾ മേജർ ആയിട്ട് പഠിച്ചിരിക്കണം മാപ്പ് വർക്ക്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ജോഗ്രഫിയിലെ ഓരോ ചാപ്റ്ററും അല്ല 7ഓളം ചാപ്റ്റർ എന്ന ഓരോ ഏരിയയിൽ നിന്നും വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. ബോർഡ് എക്സാമിന് എല്ലാവരും ഇത് വെച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് മാപ്പ് വർക്ക്സ് എന്ന് പറയുന്നത്. സോ നന്നായിട്ട് പഠിക്കാൻ മക്കളെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.